ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ്. ഇന്ന് നമ്മളൊരു PYQ ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു. എന്നാൽ ഇന്ന് VE അബ്ദുൽ ഗഫൂർ ആണ് കേരളത്തിൻ്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. VE അബ്ദുൽ ഗഫൂർ. താഴെ പറയുന്ന സംഘസാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത് തൊൽക്കാപ്പിയമാണ്. സംഘകൃതികളിലെ വ്യാകരണ ഗ്രന്ഥം. തിരുക്കുറൽ അത് മഹാകാവ്യമാണ്. മണിമേഖല, അകനാനൂറ് ഇതെല്ലാം പ്രധാനപ്പെട്ട സംഘകാല സാഹിത്യകൃതികളാണ്. മൂന്നാമത്തെ ചോദ്യം, പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? വയനാട് ജില്ലയിലാണ് പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരാണ്? ആനി ബസന്റ്. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രധാന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആനി ബസന്റ് ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ പണ്ഡിറ്റ് KP കറുപ്പനാണ്. അടുത്തത്, തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് 1949 ജൂലൈ 1. തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1949 ജൂലൈ 1. അടുത്തത്, താഴെ പറയുന്നവയിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി KB മേനോനാണ്. KB മേനോനാണ് താഴെ പറയുന്നതിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. അടുത്തത്, താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത്? ഹീലിയമാണ് ഈ തന്നിരിക്കുന്നതിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത്. മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ ഇവയെല്ലാം ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമാണ്. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. അടുത്ത ചോദ്യം, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഏതാണ്? ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഭൂവൽക്കമാണ്. അതിന് തൊട്ടു താഴെ മാൻഡില്, അതിനുശേഷം പുറക്കാമ്പ്, ദെൻ അകക്കാമ്പ്. അടുത്തത്, ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം തിരുവനന്തപുരമാണ്. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം തിരുവനന്തപുരം. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. അടുത്ത ചോദ്യം, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം രാമേശ്വരമാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം. അദ്ദേഹം ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ. അഗ്നിച്ചിറകുകൾ ആരുടേതാണ്? അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം, മാരക വൈറസ് രോഗമായ നിപ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം മലേഷ്യയാണ്. നിപ എന്ന് പറയുന്നത് വൈറസ് രോഗമാണ്. ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിലാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിലോ കോഴിക്കോടാണ് ആദ്യമായിട്ട് നിപ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. അടുത്ത ചോദ്യം, ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥമെഴുതിയ ചരിത്രകാരൻ വാലന്റീൻ ഷിറോളാണ് ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയത്. വാലന്റൈൻ ഷിറോൾ. അടുത്തത്, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു. അടുത്തത്, ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ജൂൺ 5 പരിസ്ഥിതി ദിനം. മാർച്ച് 22 ജലദിനം. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. 2026 ലോക ജലദിനത്തിൻ്റെ സന്ദേശം വാട്ടർ ആൻഡ് ജെൻഡർ. വാട്ടർ ആൻഡ് ജെൻഡർ. മാർച്ച് 22 ജലദിനം കേട്ടോ. വേർ വാട്ടർ ഫ്ലോസ് ഈക്വാളിറ്റി ഗ്രോസ്. വേർ വാട്ടർ ഫ്ലോസ് ഈക്വാളിറ്റി ഗ്രോസ് എന്നതാണ് ശരിക്കും 2026 ജലദിനത്തിൻ്റെ സന്ദേശം. അടുത്തത്, കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നബാർഡാണ്.
നബാർഡ് രൂപം കൊണ്ടത് 1982 1982 ജൂലൈ 12 നബാർഡ് രൂപം കൊണ്ടത്. നബാർഡിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അടുത്തത് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം. അനിമോമീറ്റർ ആണ് കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നത്. കാറ്റിൻ്റെ ഡയറക്ഷൻ അളക്കാനാണ് വിൻഡ് വെയിൻ ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കാൻ ഹൈഗ്രോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ ഭാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ബാരോമീറ്റർ ആണ്, മർദ്ദം അളക്കാൻ. അടുത്ത ചോദ്യം, ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതായിരുന്നു? കാർട്ടോസാറ്റ് 2. കാർട്ടോസാറ്റ് 2 ആണ് ISRO വിക്ഷേപിച്ച 100ാമത്തെ ഉപഗ്രഹം. അടുത്തത്, ലക്ഷദ്വീപിൻ്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? കേരളം. കേരളത്തിൻ്റെ കീഴിലാണ് ലക്ഷദ്വീപിൻ്റെ നീതിന്യായ അധികാരം വരുന്നത് കേട്ടോ, കേരള ഹൈക്കോടതിയുടെ കീഴിൽ. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തിയാണ്, കവരത്തി. ആൻഡമാൻ നിക്കോബർ ആണെങ്കിൽ അതിൻ്റെ തലസ്ഥാനം എവിടെയാണ്? പോർട്ട് ബ്ലെയർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ അറിയപ്പെടുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നു. ലോകസഭ അധോസഭയാണ്. ഹൗസ് ഓഫ് പീപ്പിൾസ് എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. അടുത്തത്, ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? ഗവർണറാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. ലോകസഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ജൂലൈയിലാണ്. ലോകസഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നത് ജൂലൈ മാസത്തിലാണ്. പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ്? ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണ് പന്മന ആശ്രമം. അടുത്തത്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. കേരള ഗാന്ധി കെ കേളപ്പൻ. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു? 8 സംസ്ഥാനങ്ങളിലൂടെ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി നോർത്ത്. അത് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. MT, MGR, JCB വാങ്ങിയെന്ന് ഓർമ്മിച്ചാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം, ദേശീയ കായിക ദിനം. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29 ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനം. കേരള കായിക ദിനം ഒക്ടോബർ 13 അന്ന് GV രാജയുടെ ജന്മദിനമാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 1993 ഒക്ടോബർ 12. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. നിലവിൽ കേരളത്തിൻ്റെ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. അടുത്ത ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കുൻവർ സിംഗ് ആണ്. കുൻവർ സിംഗ്. 2004 ദേശീയ പട്ടികവർഗ കമ്മീഷൻ രൂപീകൃതമായത്. ആർട്ടിക്കിൾ 338A ആണ്. 338A. നിലവിൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ അന്തർ സിംഗ് ആര്യയാണ്. അന്തർ സിംഗ് ആര്യ. അടുത്ത ചോദ്യം, ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുമെന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? 66A. 2015 മാർച്ച് 24 സുപ്രീം കോടതി 66A ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് റദ്ദാക്കിയത് കേട്ടോ. കാരണം പറയുന്നത് ഇത് ഭരണഘടനയുടെ അനുച്ഛേദം 19 ക്ലോസ് 1 ക്ലോസ് A പ്രകാരമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നതാണെന്ന് കണ്ടെത്തിയോണ്ടാണ് ഇത് റദ്ദാക്കിയത്. അടുത്ത ചോദ്യം, പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് സ്വീകരിക്കാനായി ഈയിടെ കേരളത്തിലെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ നിക്കൗട്ട്. കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? നിക്കൗട്ട്. നപാം പെൺകുട്ടി എന്നറിയപ്പെടുന്ന ഒരു ചിത്രത്തിനാണ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ വിയറ്റ്നാമീസ് കനേഡിയൻ വനിതയാണ് ഫാൻ തി കീം ഫുക് ടു എന്നറിയപ്പെടുന്ന ആ പെൺകുട്ടി കേട്ടോ. വിയറ്റ്നാം യുദ്ധമുഖത്ത് നിന്ന് എടുത്ത പുലിസ്റ്റർ അവാർഡിന് അർഹയായിട്ടുള്ള ആ ഒരു ചിത്രമായിരുന്നു അത്. അപ്പോൾ അന്ന് ആ ചിത്രത്തിൽ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഫാൻ തി കിം ഫുക്. ആ ഒരു ബോംബ് ആക്രമണത്തിലെ ശരീരത്തിലൊക്കെ വലിയ തോതിൽ പൊള്ളലേറ്റ് പൂർണ്ണ നഗ്നയായി റോട്ടിലൂടെ പലായനം ചെയ്യുകയായിരുന്നു അന്നേരം ഈ ഒരു കുട്ടി. ആ കുട്ടിയുടെ പേരെന്താണ്? ഫാൻ തി കിം ഫുക് എന്നതാണ്. അപ്പോൾ പൊതുവെ അതിനെ അറിയപ്പെടുന്നത് നപാം പെൺകുട്ടി എന്നാണ്. ആ ഒരു ചിത്രം പകർത്തിയത് ആരാണ്? നിക്കൗട്ട്.
അടുത്തത് ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് ISROയുടെ നിലവിലെ ചെയർമാൻ. അടുത്തത് 2017 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് K സച്ചിദാനന്ദനായിരുന്നു. നിലവിലെ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപിള്ളക്കായിരുന്നു. KG ശങ്കരപിള്ള. അടുത്തത് 2017 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ജർമ്മനിയായിരുന്നു. 2017 G20 ഉച്ചകോടി വേദി ജർമ്മനി. 2023 G20 ഉച്ചകോടി നടന്നത് ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ച്. വസുദൈവ കുടുംബകം എന്നതായിരുന്നു അന്നത്തെ പ്രമേയം കേട്ടോ. 1 Earth 1 Family 1 Future. 18ാമത് G20 ഉച്ചകോടിയാണ് ഇന്ത്യയിൽ വെച്ച് നടന്നത്. 18ാമത്. 2025 20ാമത് G20 ഉച്ചകോടിയായിരുന്നു. അത് നടന്നത് ജോഹന്നാസ്ബർഗിൽ വെച്ചായിരുന്നു. ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്കയിൽ. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ്. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക. താഴെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഡിഫ്തീരിയയാണ്. ഡിഫ്തീരിയ ഒരു ബാക്ടീരിയ രോഗമാണ്. ഓറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ, ആ ഒരു രോഗകാരിയാണ് ഡിഫ്തീരിയക്ക് കാരണമാകുന്നത്. തൊണ്ട, മൂക്ക് ഇതിനൊക്കെയാണ് ഡിഫ്തീരിയ ബാധിക്കുന്നത്. പിന്നെ അതിനുള്ള ഒരു പ്രതിരോധ വാക്സിനാണ് DPT വാക്സിൻ അഥവാ പെൻറ്റാവാലൻ്റ് വാക്സിൻ. അടുത്തത് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം. ഒറൈസ സറ്റൈവ എന്നതാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം. അങ്ങനെയെങ്കിൽ ശാസ്ത്രീയ നാമം വളരെ പ്രധാനപ്പെട്ടതാണ്. ചക്ക. ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് എന്നതാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം. ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. അടുത്തത് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടനാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. അപ്പോൾ ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടനാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൻ. 2026 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡ, മെക്സിക്കോ തുടങ്ങിയവരാണ്. അടുത്ത ചോദ്യം, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. അടുത്ത ചോദ്യം, പാരാദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഒഡീഷയുടെ തീരത്താണ് പാരാദ്വീപ് തുറമുഖം. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച്. കിതാബുൽ റഹ്ല എന്ന പ്രശസ്തമായ യാത്രാ വിവരണ കൃതി രചിച്ചത് ഇബൻ ബത്തൂത്തയാണ്. കിതാബുൽ റഹ്ല. ഷാനാമ എന്ന കൃതി എഴുതിയത് ഫിർദൗസിയാണ്. കിതാബുൽ അൽ ഹിന്ദ്, അൽ ഖാനൂൻ, അൽ മസൂദി ഈ കൃതികളൊക്കെ എഴുതിയത് അൽബറൂണിയാണ്. അൽബറൂണി. കിതാബു ഉൽ ഹിന്ദ്, അൽ ഖാനൂൻ, അൽ മസൂദി. അടുത്ത ചോദ്യം, കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണിയ ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? സ്പെയിൻ. കാറ്റലോണിയ സ്പെയിനിൻ്റെ ഭാഗമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. അടുത്തത്, കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ 20ഉം നിയമസഭാ മണ്ഡലങ്ങൾ 140ഉമാണ്. സംവരണം ചെയ്ത ലോക്സഭാ മണ്ഡലങ്ങൾ 2ആണ്. SC ആലത്തൂർ, മാവേലിക്കര SC കേട്ടോ. ആ 2 മണ്ഡലം കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അടുത്ത ചോദ്യം, ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് 65ാമത് ദേശീയ പുരസ്കാരത്തിൻ്റെ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത്? വിശ്വാസപൂർവ്വം മൻസൂർ. വിശ്വാസപൂർവ്വം മൻസൂർ എന്ന സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് 65ാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത്. അടുത്തത്, കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 15ാം ധനകാര്യ കമ്മീഷൻ്റെ തലവൻ NK സിംഗ്. കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 15ാം ധനകാര്യ കമ്മീഷൻ്റെ തലവൻ NK സിംഗ് ആണ്. നിലവിൽ 16ാം ധനകാര്യ കമ്മീഷനാണ്. 16ാം ധനകാര്യ കമ്മീഷൻ. അപ്പോൾ ഈ ഒരു കമ്മീഷൻ രൂപീകരിച്ചത് ദ്രൗപദി മുർമുവാണ്. 2020 ഡിസംബർ 31 രൂപീകരിച്ചത്. 2023 ഡിസംബർ 31 ഇതിൻ്റെ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 280 ആണ്. 280. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത്? പന്നിയൂര് കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ്. മങ്കൊമ്പ്, പട്ടാമ്പി, വൈറ്റില ഇതൊക്കെ നെല്ല് ഗവേഷണ കേന്ദ്രമാണ്. അടുത്തത്, ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതി ഏതാണ്? അത് സ്വജൽധാര പദ്ധതിയാണ്. സ്വജൽധാര പദ്ധതി. അടുത്തത്, ആറ്റത്തിൽ ചാർജില്ലാത്ത കണം ന്യൂട്രോണാണ്. ആറ്റത്തിൽ ചാർജില്ലാത്ത കണം ന്യൂട്രോണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. നിലവിലും ആരാണ്? നരേന്ദ്രമോദി.
നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗിരിയായിരുന്നു. നിലവിൽ അശോക് ലാഹിരിയാണ്. അശോക് ലാഹിരി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് 60 PYQ ആണ്. ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ വീഡിയോ കാണുക, പഠിക്കുക. താങ്ക്